നമസ്കാരം, ഞാൻ ഡോക്ടർ അനസ്, പീഡിയാട്രീഷ്യൻ, അപ്പെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ക്ലിനിക്, ആലുവ. കുട്ടികളുടെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വെള്ള നിറത്തിലുള്ള പാടുകൾ കണ്ടുകഴിഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും പാരൻസ് കൊണ്ട് വരുന്നതിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വല്ലതും കുറവുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ശരീരത്തിൽ പല മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സിങ്കിൻ്റെ കുറവ് കൊണ്ട് വരാം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാം, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് വരാം, പല കാര്യങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിൽ തെറ്റില്ല, നോ പ്രോബ്ലംസ്. പക്ഷേ ചില പാടുകളുണ്ട്, അത് നമ്മൾ നോക്കുമ്പോഴത് ഒരു വെൽ ഡിമാർക്കേറ്റഡ് പ്ലസ് ഒരു പൊടി പോലെ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത് മിക്കവാറും ചുണങ്ങായിരിക്കും. ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ടീനിയ. അപ്പോൾ ചുണങ്ങളിൽ തേമലിന് പല സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ അത് മുഖത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ എവിടെ ഉള്ളിലും വരാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഈ പറഞ്ഞ വൈറ്റ് ഇത്രയും പൊടിപടലില്ലെങ്കിൽ വൈറ്റ് പാച്ച്, അത് അത്രയും ഡിമാർക്കേഷൻ ഉണ്ടാവത്തില്ല. പാച്ചി ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും, ശരീരത്തിൽ പല സ്ഥലങ്ങളുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. ഇത് കുഞ്ഞുങ്ങളുടെ ഈ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അലർജി ഫാമിലി ഉണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇമോലിൻസ് ആഫ്റ്റർ ബാത്ത് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുക ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബാത്ത്. കാരണം ഡ്രൈ സ്കിൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കും. അതുപോലെ റഫായിട്ട് തുടയ്ക്കാതിരിക്കുക, ഒപ്പി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഈ തേമൽ ഫംഗസ് നമ്മൾ നേരത്തെ പറഞ്ഞ ചുണങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഓയിൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യണം. കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വളരെ ക്ഷമയോട് കൂടെ നമ്മൾ മരുന്ന് വരണം. കാരണം ഓൾവേസ് അത് സമയം എടുക്കുന്നൊരു കാര്യമാണ് മാറാൻ. അപ്പോൾ നമ്മൾ ഓയിൻമെൻറ്റ് പറ്റുമ്പോൾ അടിയിൽ നിന്ന് വരുന്നതാണ്. സ്കിന്നിന് 7 ലെയർ ഉണ്ട്. അപ്പോൾ ഈ ലെയറിന് അടിയിൽ നിന്ന് എടുക്കുന്നതാണ് കയറി വരുന്നത് തന്നെ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് പറ്റുമ്പോൾ അടി വരെ പോകണമെന്നുണ്ടെങ്കിൽ, വേരോടെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഇപ്പോൾ 2 മാസം വരെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ഷമയോട് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 നേരം അപ്ലൈ ചെയ്യുന്നുണ്ട്, സിംഗിൾ ടൈം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 വീക്സ് അപ്ലൈ ചെയ്യുന്ന സൈസ് ഓയിൻമെൻറ്റ്സ് ഉണ്ട് ചുണങ്ങിന്. അപ്പോൾ അത് ഡോക്ടർ ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കും. പക്ഷേ നമ്മൾ ക്ഷമയോട് കൂടെ അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വെള്ള കളർ കണ്ടു കഴിഞ്ഞാൽ പല ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. വൈറ്റമിൻ കൊണ്ടോ, ബി കോംപ്ലക്സ് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിറ്റാമിൻ ഡിയുടെ കൊണ്ടോ, സിങ്കിൻ്റെ കുറവ് കൊണ്ടോ വരാം. അതിന് സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ ചുണങ്ങിൻ്റെ കൊണ്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ കൊണ്ടും ഇങ്ങനെ വെള്ളപ്പാടുകൾ കാണാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ മറ്റ് പല ലക്ഷണങ്ങൾ, അപ്പോൾ ഈ വെള്ളപ്പാടുള്ളവർ എന്ന് പറയുമ്പോൾ വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണങ്ങൾ വരാം. പക്ഷേ വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണങ്ങൾ അധികവും ഒരു ജനറൽ ആയിട്ടൊരു ഏരിയയിൽ തുടങ്ങാൻ ചാൻസ് വളരെ കുറവാണ്. മിക്കവാറും തുടങ്ങുന്നത് ഒരു ടിപ്പിൽ നിന്നായിരിക്കും. ഒരു ചുണ്ടിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ വിരലിൻ്റെ അറ്റത്തോ അങ്ങനെ ഒരു ടിപ്പിൽ നിന്നായിരിക്കും മിക്കവാറും ഈ വിറ്റ്ലിഗോ എന്നുള്ള വെള്ളപ്പാണ്ടിൻ്റെ ആരംഭം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെള്ളപ്പാണ്ട് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കാം, പീഡിയാട്രീഷ്യനെ അതിൽ കാണിക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അപ്പോൾ അത് ഡിപ്പെൻസ്. താങ്ക് യു.